എൻ്റെ ജീവിതത്തിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് ലോകസുന്ദരി പട്ടം കിട്ടിയ ഐശ്വര്യ റോയ് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നത്. അതൊരു വലിയ സംഭവവികലമായ അങ്ങനെ ഐശ്വര്യ റോയ് വരുന്നു എന്നറിഞ്ഞ് ഞാൻ അവിടെ പോയി കാത്തു നിന്ന്. എളുപ്പമല്ല സ്റ്റെറൈൻ ഏരിയയിലേക്കൊക്കെ എത്തുക എന്നുള്ളത്. എൻ്റെ മിടുക്കൊണ്ടും പവർ കൊണ്ടും പലതവണ പിടിക്കപ്പെട്ടു. അവിടുന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാനേജർ വിചാരണ നേരിട്ടു. പാത്തും പതുങ്ങി പറഞ്ഞ ഫ്ലൈറ്റ് വന്നിറങ്ങി. എല്ലാവരെയും നോക്കി അതിസുന്ദരിയായ ഒരു യുവതി നടന്നു വരുന്നു. അപ്പം ഞാൻ ഏതാണ്ട് ഊഹിച്ചു ഇത് തന്നെയാണ് ഐശ്വര്യ എന്നുള്ള നിലയ്ക്ക്. അവർ നേരെ വന്നു. കോഫി കിയോസ്കിൽ അവർ കോഫി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനെ പടെടുത്തു. അവരത് കണ്ടു. അവർ ഷൗട്ട് ചെയ്തു അവരെ പടെടുക്കുന്നത് കണ്ടിട്ട്. അപ്പോഴേക്കും സെക്യൂരിറ്റി ഓടി വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ ബൈക്കിൽ കയറി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഓഫീസിലെത്തി അതിൻ്റെ പ്രിൻ്റ് ചെയ്തു. അതിസുന്ദരിയായ യുവതി. ഉടനെ വിളികൾ കോട്ടയത്തേക്ക് പോയി. പിറ്റേ ദിവസം മനോരമയുടെ 1-ാം പേജിൽ ഐശ്വര്യ കേരളത്തിൽ വരുന്ന വലിയ സംഭവമാണ്. അത് കഴിഞ്ഞ് ഒരു 5:30 മണിക്ക് എനിക്ക് മോട്ടോറോളൻ്റെ പേജറായിരുന്നു ഉണ്ടായിരുന്നു. അർജൻറ്റായിട്ട് ഈ നമ്പറിൽ തിരിച്ച് വിളിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ സോഴ്സ് വിളിക്കുന്നു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, നേരത്തെ ഫ്ലൈറ്റിൽ വന്ന ഐശ്വര്യ വെറും ഐശ്വര്യയായിരുന്നു, യഥാർത്ഥ ഐശ്വര്യ വരാൻ പോകുന്നേ ഉള്ളൂ, ഇന്ന ഫ്ലൈറ്റിലാണെന്ന് പറഞ്ഞിട്ട്. വീണ്ടും ഞാൻ അവിടെ പോകുന്നു. വീണ്ടും ഈ സാഹസിക കൃത്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് അകത്ത് കയറി പറ്റി. ടൈറ്റ് ജീൻസും ടൈറ്റ് ടീഷർട്ടും എടുത്ത് ഒരു ഒന്നിച്ച് ട്രോളി ഉന്തി വരുന്ന സാക്ഷാൽ ഏഞ്ചൽ ഓഫ് ദ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കടലാസിൽ എഴുതിയിട്ട് മീഡിയ പേഴ്സൺ ഫോട്ടോ ജേർണലിസ്റ്റിന് കൊടുത്തു. അപ്പോൾ അവർ വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് സൈഡിലേക്ക് മാറി നിന്നിട്ട് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ അവർ വളരെ സത്യത്തിൽ ഞാൻ അവരെ ആദരിക്കുന്നേക്കാൾ കൂടുതൽ ആദരത്തോട് കൂടിയിട്ട് അവർ സൗമ്യമായി ചിരിച്ചുകൊണ്ട് ഈ കാഴ്ച കണ്ടിട്ട് എയർപോർട്ടിലെ മാനേജർ ഉൾപ്പെടെയുള്ളവർ വന്ന് എന്നെ പുറത്താക്കി ഇതേ എയർപോർട്ട് മാനേജർ തന്നെ എൻ്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു അവരെ കൂടെ ഒന്നൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അത് മറക്കാനാവാത്ത നിമിഷമായിരുന്നു. അന്ന് എനിക്ക് ബോധ്യമായൊരു കാര്യം, ഇന്ന് ഞാൻ സൗന്ദര്യം മാത്രമല്ല ഒരു ലോകസുന്ദരിയുടെ അടിസ്ഥാനപരമായ ഘടകം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു.